ഇത്രയും വൃത്തിയില്ലാത്തൊരു മിക്സിയെ ഞാൻ വൃത്തിയാക്കിയതെന്ന് കാണണ്ടേ. കണ്ടില്ലേ, ആ ഒരു മിക്സി ഇപ്പം ഇങ്ങനെ ആയിട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ. അതെങ്ങനെയാണെന്നല്ലേ, നമ്മളെ വീട്ടിലുള്ള രണ്ട് സാധനം മാത്രം മതിട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ. ഇപ്പം നമുക്ക് വീഡിയോയിലേക്കിട്ട് പോയാലോ. അതിനാദ്യം തന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. പിന്നെ രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട സാധനം നമ്മൾ കോൾഗേറ്റാണ് കേട്ടോ. ഇതില്ലാത്ത വീടുകൾ എന്തായാലും ഉണ്ടാവില്ല. ഈ ഒരു സാധനം വെച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ക്ലീനിങ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കിട്ടോ. അപ്പോൾ അത് എനിക്കൊരു സന്തോഷമാവും. പിന്നെ ഇനിയും അതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണണ്ടേ. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അത്യാവശ്യം നല്ലോണം കറ പിടിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ. പിന്നെ കുറച്ച് പഴയതാണ്, അപ്പോൾ അതിൻ്റെ എന്തായാലും ആ ഒരു ഇത് ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഉള്ളത് നമുക്കൊന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്യാസ് സ്റ്റൗ മാത്രമല്ല കേട്ടോ, നമ്മളെ വീട്ടിലുള്ള സകലമാന പാത്രങ്ങളും അതുപോലെ വീട് തന്നെ മൊത്തത്തിൽ നമുക്ക് വൃത്തിയാക്കാൻ ഈ 2 സാധനങ്ങൾ മാത്രം മതി. കണ്ടോ, എൻ്റെ ഈ ഒരു മിക്സീൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, അത്യാവശ്യം നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പഴയതും അല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഇതിന്. 10-15 വർഷം പഴക്കമുണ്ട് ഇതിന്. പിന്നെ കമ്പനീൻ്റെ ആ ഒരു പവർ കൊണ്ടാവും ഇത്രയും കാലം കൂടെ നിന്നത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾ ഉഷാറാണ്. പക്ഷെ അത്യാവശ്യം നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ അത്യാവശ്യം കുറച്ച് അഴുക്ക് അവിടെ നിന്നോട്ട് ഇത് അങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ല ഇതിൽ. എന്തായാലും നിങ്ങൾക്ക് അത് കാണണമല്ലോ, നമുക്ക് വെറുതെ കാണിച്ചു തന്നിട്ട് കാര്യമില്ല, നമുക്ക് സത്യമായിട്ട് തന്നെ കാണിച്ച് തരണമല്ലോ നിങ്ങൾക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചത്. അപ്പം എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് പോവാം. പറഞ്ഞങ്ങോട്ട് ദീർഘിപ്പിക്കണ്ടല്ലോ, കാര്യത്തിലേക്കത് കിടക്കാം വേഗം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കണം കേട്ടോ. ആ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ പ്രധാനമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കണവർക്ക് ഇത് എന്തായാലും അറിയും. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ അധികം വീട്ടിലും ഇതില്ലാതിരിക്കില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ബേക്കിംഗ് സോഡ നമുക്കൊരു 3 സ്പൂൺ എടുക്കാം കേട്ടോ. കൂടുതൽ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ എന്തായാലും ഒരു 3 സ്പൂൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പ്രത്യേക കാര്യം പറയാണ്ട്, നമ്മളെ അടുക്കളയിലുള്ള ആ ഫ്ലോറൊക്കെ അല്ലേ, അതൊന്നും ഒരിക്കലും വൈറ്റ് ടൈല് എടുക്കരുത് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല കുത്തും പുള്ളിയും വരയും ഒക്കെ ആയിട്ടുണ്ട്. വെട്ടും കുത്തും പച്ചക്കറി അരിയലും ഓരോ കുട്ടികളൊക്കെ അല്ലേ, ഓലൊക്കെ ഓരോന്ന് നിരത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പോലെ ടൈലൊക്കെ മോശമായിട്ടുണ്ട്. ഇനി എത്ര കഴുകിയാലും ക്ലീൻ ചെയ്താലും അത് വൃത്തിയാവില്ല, അത്രയും ഇതായിട്ടുണ്ട്. കുറച്ചൊക്കെ വൃത്തിയാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ആരും തന്നെ വൈറ്റ് ടൈൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. സാധാരണ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, നമ്മളെ മക്കളൊക്കെ പാചകം ചെയ്യും, അരിയും, അപ്പം അങ്ങനെ കുറേ പണികൾ ഉണ്ടാവും ഓർക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തു. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് കോൾഗേറ്റാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അതില്ലാത്തൊരു വീട് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാന സാധനം കേട്ടോ, ഈ ഒരു കോൾഗേറ്റ്. വൈറ്റ് കോൾഗേറ്റ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിനാണ് ഈ ഒരു ക്ലീനിങ്ങിൽ പ്രധാന പങ്ക് ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ പല്ല് തേച്ച് കളയുന്ന ഈ ഒരു സാധനത്തിന് ഇത്രയും ഉപകാരം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് എന്തായാലും നോക്കണം. നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും, അതിൽ ഷുവറാണ്, ഒരു മാറ്റമല്ല. നമുക്ക് ആവശ്യമുള്ള അത്രയും പേസ്റ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നൊരു ഇത് എന്തായാലും ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുക. നമുക്കിങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് കഴുകാൻ പാകത്തിന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. നല്ലോണം ആ ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മൾ ആ പേസ്റ്റും കൂടെ ഒരുമിച്ചൊന്ന് കൂട്ടി യോജിപ്പിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അതിലിങ്ങനെ ഒരു ഞാനിപ്പോൾ നെറ്റിൻ്റെ ഒരു പാവാടേൻ്റെ കഷ്ണമാണ്, അതെടുത്തിട്ട് ആ ഒരു അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ നല്ല ബലം പിടിക്കൊന്നും വേണം കേട്ടോ, സിമ്പിളായിട്ട് തേച്ചാൽ മതി. ഇങ്ങനെ തേച്ചിട്ട് പിടിപ്പിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അതവിടെ കിടന്നോട്ടെ കേട്ടോ. എന്നിട്ട് ക്ലീൻ ചെയ്താൽ മതി. നമ്മൾ ആ ഒരു സംഭവം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അപ്പം തന്നെ കഴുകരുത്, കുറച്ച് നേരം അതൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ടാണ് ഇതൊന്ന് വൃത്തിയാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നമുക്ക് നമ്മുടെ മിക്സിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്തായാലും ഇവന് ഗ്യാസ് സ്റ്റവ് അവിടെ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ താരം, മിക്സിയാണ് നമ്മുടെ താരം. നമ്മൾ തമ്പിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ആളെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അത്യാവശ്യം നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പഴയതുമാണ് ആൾ. അപ്പം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യം എന്തായാലും ഉണ്ട്. പക്ഷേ
ആളെ ഒന്ന് കുറച്ചൊരു കുട്ടപ്പനാക്കി എടുക്കണ്ടേ. അപ്പം അതിൻ്റെ പരിപാടിയാണ്. ഈ ഒരു ഗ്യാസ് അല്ല, നമ്മളെ ഒരു മിക്സിമേലും തന്നെ ഇതേപോലെ ഈ ഒരു മിക്സ് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതും തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കണ്ടോ, ഈ ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ചളിയൊക്കെ നല്ലപോലെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കറിയാം നല്ല വൃത്തിയാവുമെന്ന്. പിന്നെ നമുക്കറിയാമല്ലോ, ചെറിയ ചെറിയ ബ്രഷും കാര്യമൊക്കെ ഇട്ട് ഒന്ന് ഉരയ്ക്കാനും അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ഉരച്ച് കളയാനൊക്കെ ഉണ്ട്. ആ ഇടയ്ക്കൊക്കെ കണ്ടില്ലേ ചളിയൊക്കെ പിടിച്ച്, അതും അതേപോലെയൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കണം കേട്ടോ. നമ്മൾ പല്ല് തേക്കുന്ന പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഇതിൻ്റെ ഒരു പുതിയ ബ്രഷ് തന്നെയാണ്, അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടി ഇത് മാറ്റി വെച്ചതാട്ടോ. അപ്പോൾ നല്ലതായാലും കുഴപ്പമൊന്നുമില്ല, ഉപയോഗിച്ചതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉൾവശത്തൊക്കെ ഉള്ള ആ ഒരു അഴുക്കൊക്കെ നല്ല പോലെ ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ ഒരു ലായനിയിൽ മുക്കിയിട്ട് നല്ല പോലെ ഉരയ്ക്കുക. അതിൽ മിക്സിയിൽ നമ്മൾ ആ ഒരു ബേക്കിംഗ് സോഡയും പേസ്റ്റും കോൾഗേറ്റും കൂടെ ഉള്ള ആ ഒരു മിക്സ് തേച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അതിന് മുൻപ് നമുക്ക് നമ്മളെ ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആളെ തേച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് കഴുകി എടുക്കാം. ഞാൻ പിന്നെ നനഞ്ഞ തുണിയൊക്കെ ഒന്ന് വെച്ച് ആദ്യത്തെ ആ ഒരു കോട്ടിങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ കാണാം നമ്മളെ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് നല്ല ഇതിൽ തെളുക്കം വെച്ചത്, നല്ല ഒരു തിളക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് പുതിയതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കറക്കി പിടിച്ച് കഴിഞ്ഞാൽ വേഗം പോവും. ഇത് പിന്നെ അത്യാവശ്യം പഴക്കമായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഈ ഒരു സാധനം ആയതുകൊണ്ടാണ് ഇത്രയും ഇതിൽ നിന്ന് കേട്ടോ. ഗ്ലാസിൻ്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിക്കുക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. കുറേ കാലമായി ആൾ ഇവിടെ നിൽക്കണ്, ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല. എന്തായാലും ഗ്യാസ് സ്റ്റവ് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബർണറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഞാൻ എല്ലാതും കൂടെ ഒരുമിച്ച് ചെയ്യണില്ല. ഞാൻ ബർണറൊക്കെ വൃത്തിയാക്കണത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും സ്റ്റവ് വൃത്തിയാക്കി വന്നു. ഇനി നമ്മളെ മിക്സീനൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ച് നോക്കാം എങ്ങനെയുണ്ട് ആളെ ആ ഒരു മാറ്റം നോക്കണ്ടേ. ഈ വിടവിലൂടെയൊക്കെ അത്യാവശ്യം ചളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടാവില്ലേ, അപ്പോൾ ചെറിയ ബ്രഷൊക്കെ അതൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഈ വിടവയ്ക്കൂടൊക്കെ ആ ഒരു ബ്രഷ് ഇട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി, അത് ക്ലീൻ ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ ബ്രഷും വെച്ച് ഞാൻ ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ തിരിക്കുന്ന ആ ഒരു സ്വിച്ചിൻ്റെ അവിടെയൊക്കെ ഒന്ന് നല്ല പോലൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ ഇത്ര വൃത്തികേടാവില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഇങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വൃത്തികേടാക്കിയത് തന്നെയാണ് മനഃപൂർവ്വം. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു പ്രധാന എളുപ്പട്ടിപ്പൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാണണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് തന്നെ കാണിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും മിക്സിയൊക്കെ വൃത്തിയാക്കണമെങ്കിൽ ഈ ഒരു ടിപ്പ് എന്തായാലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്സിയിൽ ജാർ വയ്ക്കുന്ന ആ ഭാഗത്താണ് അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ചരിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങരുത്. അപ്പോൾ ഇങ്ങനെ ചരിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു ചെറിയൊരു വിടവില്ലേ, അതിലൂടെ ആ ഒരു അഴുക്ക് വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് പോരും. കണ്ടോ, ആ പാത്രത്തിൽ വെള്ളം കണ്ടില്ലേ, അത്രയും അഴുക്കുണ്ട്. അതിലേറെ ഉണ്ടായിരുന്നു. ഞാൻ 2ാമത്തെ പ്രാവശ്യം വെള്ളം ആക്കി കഴുകിയപ്പോഴാണ് ഇങ്ങോട്ട് കണ്ടതെന്നുള്ളൂ. അപ്പോൾ ഇത്രയും വൃത്തിയായി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറയണത് എൻ്റെ ഒരു മിക്സി. അപ്പോൾ ഇതെന്നല്ല, എല്ലാ സാധനങ്ങളും നമുക്ക് ഇതേപോലെ